ഒരു മാസം മോണിറ്ററിംഗ് പീരീഡ് ഉണ്ട്. ആ മോണിറ്ററിംഗ് പീരീഡില് കമ്മിറ്റഡ് ആയാൽ ടി വി എടുത്ത് കളയുന്നതായിരിക്കും മോണിറ്ററിംഗ് പീരീഡ്. അപ്പൊ അലക്സ്, വേറൊരു കാര്യം നമ്മള് സാറ്റലൈറ്റ് വഴി അറിഞ്ഞായിരുന്നു, അല്ലാതെ അറിഞ്ഞായിരുന്നു. അലക്സ് ഒരു നല്ല പാട്ടുകാരനാണെന്ന് നമ്മൾ അറിഞ്ഞ്. അപ്പൊ അലക്സ് ഒരു കിടിലൻ പാട്ടുകാരനാണ്. അപ്പൊ അലക്സിനെ നമ്മൾ ഒരു പാട്ട് പാടിച്ച് തന്നെ അങ്ങ് തുടങ്ങാം ടി വിയില്. 83 റേഡിയോയിൽ കണക്ട് ചെയ്തൊരു പാട്ട് പാടും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. കെവിൻ അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം സ്ലോട്ടിലിടാം. സംസാരം കേട്ട് ഇന്ന് തരിപ്പ് കേറല്ലോ. പറയൂടെ? അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എനിക്കാണ് ഇന്നങ്ങ് ഭയങ്കര തരിപ്പ്. എനിക്ക് മൊത്തത്തില് എനിക്ക് കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചട്ടി കൊട്ടാ വട്ടാ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ. പിന്നെ കാണുമ്പോ തന്നെ എന്തിനു സന്തോഷം അറിയോ? അയ്യോ കഴിക്കാൻ പറ്റിയ സാധനാ. പോയോ? ഹലോ പാടോ മിണ്ടായിരിക്കും. റേഡിയോ പാടിക്കോ. തളിർമോഹം വരം മിഴിക്കുമ്പിൽ കുളിർനാണം കലിവാർന്ന നോപ്പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ പ്രാണസങ്കടം. സാഹബ 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 ഇന്നേതു മേഘതൂതു കാതു നിൽപ്പൂ സാഹബ. ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ. ഇന്ന് തന്നെ കിക്ക് ചെയ്യണം. മുന്നിലെ സാഗരം മുഖമായി പറഞ്ഞു പിന്നിലാ ചന്ദനം പിന്നിലോ. എന്റെ പൊന്നോ, നീ ഇത്ര അടിപൊളിയായിട്ട് പാട്ട് പാടുമായിരുന്നു. ക്ലാസിക്ക് പഠിച്ചിട്ടുണ്ടോടാ? നിന്നെ ഞാൻ ഇവിടെ വെറുതെ PVP ആയിട്ടേ പാട്ടോടെ കഴിവില്ലാതെ വന്നവന്മാർക്ക് ഒരു 2 ദിവസത്തിൽ പെണ്ണ്. ഇവനൊക്കെ നാളെ തൊട്ട് പെണ്ണായിരിക്കും, ഒരു സംശയമില്ല. ഞാനൊക്കെ അവിടെ നിൽക്കുമ്പോ അലക്സ് ഭയങ്കര കിടലോടെ അടിപൊളിയാണ്. അടിച്ച് തിരികെ ബോഡി ടെമ്പറേച്ചർ എടാ നീ പഠിച്ചിട്ട് ഇതെന്താ? ഹലോ എടാ നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ അലക്സേ? പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ എത്ര വർഷം? 7 വർഷം. ഓ നീ എന്നിട്ട് വേറെ പാട്ടൊന്നും പാടി പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല? പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഞാനും പാടാറുണ്ട്. നീ മറ്റേ റാപ്പ് മറ്റേ തെറിപ്പാട്ടല്ലേ പാടണ? അത് ചെറുക്കൻ്റെ 100% സപ്പോർട്ട് ബാക്ക്. എടാ നീ ഇങ്ങനെ ഇത്രയും കഴിവ് 7 വർഷം പഠിച്ചിട്ടൊക്കെ നീ ഇത് കെട്ടിപ്പൂട്ടി വെച്ചോ കേട്ടോ. എങ്ങും ഇടരുത് കേട്ടാ, ഭദ്രമാക്കി വെച്ചേര്.
പക്ഷെ ഇനിയും രക്ഷപ്പെടും. ഇനിയും ഞാൻ പറഞ്ഞില്ലേ എടാ ഞാൻ പറയട്ടെ, നീ PvP ഒന്നും കളിക്കണ്ട, നീ PvP ഒന്നും കളിക്കണ്ട, നീ PvP ഒന്നും കളിക്കണ്ട, നീ പാട്ടൊക്കെ പാടി നീ കരിയർ സെറ്റ് ആക്ക് ഫസ്റ്റ്. ഒരു പാട്ട് പാടണേ സാവേജ്, എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. സാവേജ് പാടും. ഞാൻ ഗിറ്റാർ പിടിക്കാം, ഞാൻ ഗിറ്റാർ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നീ കൊണ്ട പാട്ട് വെക്കില്ലേ സാവേജ്? 21 ഇത് ഞാനല്ല ഇത് വേറെ ആരോ. മൈക്കില് പാട്ടിടണം. സൗണ്ട് ബോർഡ് എടുക്കാൻ പോയിക്കാ, അതല്ലേ ഇത്ര രീതിയിലേ. അതാ നാണല്ലോടാ നിനക്ക്, നാണല്ലാത്തവനെ. ഗിഫ്റ്റഡ് വോയിസ് അല്ലെങ്കിൽ എന്ത് കിടിലല്ലേ? റേഡിയോ പാടാ സാവേജ്. റേഡിയോയിലില്ല, റേഡിയോ ഇവിടെ ഷൗട്ട് ഇട്ടോ. നീ ശരിക്കും പാടിയില്ല, നിന്റെ മറ്റേ പാട്ട് ഞാൻ ഇടും. ഇതെന്തിന് ഗിത്താർന്ന്? ഹലോ അണ്ണേ, മറ്റേ ഇത് LGBT ഗിറ്റാർ ഇട്ടാ. ഇതാണ് എല്ലാരും സൈലന്റ് ആയി ഒന്ന് പാടട്ടെ. അഴകോ അല്ലുത് മുക്കണേ പന്താരത്തിന്റെ ഒരാഴ്ച സസ്പെൻഷനെ. നീ എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കണം. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ? അത് ഓഫ് ആക്കാദ്യോ. നല്ല രസമുണ്ട്. പാടി കാണിച്ചു ആമ്പിളാരെ പോലെ പാടി കാണിച്ചു കൊടുക്കാം മുച്ചിരി. നിനക്കറിയാം അന്ന് പാടിയത് ഒന്ന് കണ്ടുപിടിച്ചു. അല്ലല്ല, ഞാൻ എന്നാ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാം നിങ്ങളുടെ മൊറൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജോഗിയെ കൊണ്ടൊരു പാട്ട് പാടിക്കും. ജോഗി ഒരു പാട്ട് പാടി. ജോഗി ഒരു പാട്ട് പാടി. ജോഗി ഒരു പാട്ട് പാടിട്ട് അണ്ണനാണ് ഇപ്പൊ പാടണ്ടേ. ബോസണ്ണ എനിക്ക് പാടണോ? എനിക്ക് നേരെ പാടിയാ മതി കേട്ടാ. പാട്ട് പാടണേ ഇനി ഞാൻ കൊന്നാലും പാടത്തില്ല. അന്ന അത് ചന്ദ്രു പാടാണ്ടിരിക്കാൻ പറ്റില്ല അറവല്ലേ. ഞാൻ വേറെ കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് പറയുവാണേ. അങ്ങനെയാണെങ്കിൽ എടാ ഞങ്ങളുടെ ഈഗോ ക്ലാസ് ഒക്കെ ഞങ്ങൾ പാട്ട് പാടാൻ അറിയാവുന്നവർ തമ്മിൽ തീർത്താ പോരെ. അത് കഴിവില്ലാത്തവന്മാർക്ക് ആ സമയത്ത് മാറിയിക്കല്ലേ വേണ്ടത്. മാറിക്കണം. ഞങ്ങള് പാട്ട് പാടാൻ അറിയാവുന്നവർ അങ്ങോട്ട് കൊണ്ട് പാടിക്കോളാം. നീ ഒരു പാട്ട് പാടി. ഞാൻ എന്തോ നീ ഒരു പാട്ട് പാടി കേക്കട്ടെ. ഞാൻ ബാത്റൂം സിംഗറാ. മൈൻഡ് വരണമല്ലോ വസണ. നല്ല പാടാൻ ബോബെ എനിക്ക് പറ്റി എന്തോ അല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള ബോബ് സ്റ്റാറിന്റെ കമ്പാക്ക് ആണ്. ബോബ് സ്റ്റാറിന് ഞാനൊരു ഒരു റാപ്പ് ഒരു അംശം വേണ്ട. നീ റാപ്പ് പാടിയത് അംശം പാടാം. എടാ അല്ലെ റേഡിയോയില് പാടില്ലേ, വിട്ടു വിട്ടേക്കുന്നേ. സൈലന്റ്
കേക്കോ കേക്കോ കേക്കാം ആരാടാ പാതാളം നൂറായാലും നീ എന്നെ വന്ന് കളിച്ചാലും പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും ഇല്ല നീ ഒന്ന് പിടിച്ചാൽ ഞാൻ ഇല്ലാണ്ടാകും മനസ്സിലെ ഒരു കെട്ടുന്നര വരുത്തി അവതാരം മനസ്സിലെ അടിച്ച് അടുത്തി അവതാരം എടാ നീ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പാടിയടാ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പഠിക്കപ്പിച്ചടാ ഏതായാലും മലയാളം റാപ്പ് മലയാളം ഏതാണ് എനിക്ക് സത്യം പറയാം ഏതാ നീ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കപ്പിച്ചേ അന്ന് കീച്ചത് അത് കീച്ച് ഏതാടാ പറ ഏതാന്ന് പറയടാ നമ്മുടെ ട്രാക്കിൽ പാടി നമ്മുടെ പാട്ട് രണ്ടുപേരും പാട്ടുണ്ട് ഇറങ്ങാൻ എന്റെ ബോബിന്റെ ഇറങ്ങാൻ പോകുന്ന ട്രാക്ക് ഞങ്ങളൊരു 2 വരി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി പോവുകയാണ്. പാട്ട് എഴുതിയതും പാട്ട് എഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം ബോബ് സ്റ്റാർ. ആലാപനം ബോബ് സ്റ്റാർ, ഈഗിൾ ഗെയിമിംഗ്. ഫൈനൽ മിക്സ് ആൻഡ് മാസ്റ്റർ ബൈ 68. 68. ബീറ്റ് ഒന്നുമില്ലാത്തോണ്ട് നിങ്ങൾക്ക് ചിലപ്പോ അലമ്പായിട്ട് തോന്നേ. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. കള്ളനല്ല കൊള്ളക്കാരനും കൂട്ടിക്കൊടുത്ത തറവാട്ടിയിലെ തമ്പുരാനുമല്ല ഞാൻ. മുന്നിൽ നിന്ന് എന്നെ പിന്നിലോട്ട് വലിച്ചിട്ട് വട്ടം കൂടി നിന്ന് പരസ്പരം പഴിച്ചു. ആണാ ഇത് എടാ നീ അവിടെ തന്നെ പാടിയല്ലോടാ. അതല്ല കുറച്ചുകൂടെ നന്നാക്കി പാടായിരുന്നടാ. നീ എന്താ ഇങ്ങനെ പാടിയത്? ബാക്കി ഞങ്ങള് വീറ്റൊക്കെ ഇട്ട് പഠിക്കും വേണ്ടിട്ടോളാം അല്ലേ? അതെ, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിഷൻ നിന്റെ അലങ്കൃതം നിർത്തണേ. അപ്പൊ ഒരു പാട്ട് വരട്ടെ. എല്ലാരും ഇത്രയും പ്രായമുള്ള ഒരാളാണ് ഈ പാട്ട്. മാമന്റെ തോളിന്റെ മാറിയില കൈയെടുത്ത് പൊക്കുക അങ്ങോട്ട്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഒരു കാര്യം നമുക്ക് ആക്ച്വലി ഇന്ന് 2 റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് കുറച്ച് അതൊരു ഭയങ്കര എന്നുവെച്ചാ എന്താ പറയാ, ഭയങ്കര ഒരു ഇനി ആ സ്ലോട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യുമ്പോ അത്രയും നല്ലൊരാളെ നമുക്ക് കൊണ്ടുവരണം. തൽക്കാലം എല്ലാരും ഞാൻ പറഞ്ഞു പറ്റിച്ചാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ.
അത് ശരിയാ, അത് വലിയൊരു ശരിയാണല്ലേ. പ്രശ്നമാണ് പിന്നെ കളറല്ലേ ഞാൻ. ഈ കളറല്ലേ ഇതൊക്കെ? ആദ്യത്തെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ് എവിടെ 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 ദേ വിളിക്കുന്നത് അലക്സ എന്തിനാ? അലക്സ അലക്സ വിളി 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 എന്റെ റാഗിങ് ആ പപ്പൻ റാഗിങ് അലക്സ എന്തൊക്കെയുണ്ട് അലക്സേ സുഖമാണോ ഇവനൊരു പണ്ട് വാസവനെ പറ പാപ്പ എനിക്ക് ഇവരുടെ ഹിസ്റ്ററി ഉണ്ട് വാസവനെ പറ പാപ്പ കേക്കട്ടെ. നീ ഹെലികോപ്റ്ററിൽ താഴെ വീഴുമ്പോ വീഡിയോ ഉണ്ടാക്കൂടാ നീ അല്ലേ അപ്പൊ ഞാൻ ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ എല്ലാ ഫാൻ പേജുകളാണ്. പേജുകളായിരുന്നല്ലേ ഇവനൊന്നും ഒന്നും ചെയ്യാറില്ല. എങ്കിൽ മോനെ അലക്സേ ഇനി നമുക്ക് സീരിയസ് കുറച്ച് കാര്യങ്ങളോട്ട് കിടക്കാം. വളരെ സീരിയസ് ആയിട്ടും ചിന്തിച്ചും ആലോചിച്ചും വേണം ഉത്തരം പറയാൻ. ഓക്കെ അല്ലേ മോനെ അലക്സേ? എല്ലാരോടും പോകുമെന്ന് അതെ, കോമൺ ചോദ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ ഗ്യാങ്ങിന്റെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് നിനക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു പേര്, ഇഷ്ടമല്ലാതെ ഇരുന്ന അല്ലെങ്കിൽ അത്ര വലിയ താല്പര്യം ഇല്ലാതെ ഇരുന്ന ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ പറ. ആദ്യം ഇഷ്ടമുള്ള പറഞ്ഞു, പിന്നെ താല്പര്യം ഇല്ലാത്ത പറഞ്ഞു. ഡെസ്ട്രോ വൈ? കഴിഞ്ഞ പ്രാവശ്യം രസമായിരുന്നില്ലേ? അത് ടീം പ്രോഡക്ട്സ് അല്ലായിരുന്നു അവന്മാരെ അങ്ങനെല്ലാം പറയുള്ളൂ. ഇതെന്തുവാ? ഡെസ്ട്രോ ഇഷ്ടപ്പെടാനുള്ള കാരണം സിറ്റിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ടിവിയിലുള്ള എല്ലാവരും ബെസ്റ്റ് അല്ലടാ. ചന്ദ്രനൊക്കെ എന്താ അല്ല ഞാൻ അത് ഞാൻ വേറെ ഇല്ലാത്തത് ഇഷ്ടമല്ലായിരുന്ന ആരെയാണ് ഇപ്പൊ വെളിയിൽ നിന്ന് കണ്ടപ്പോ? എന്റെ പേര് പറയുമ്പോ ഓണസൈഡ് പറയണം. ഇത് അങ്ങനെ നിന്നെ ഒന്ന് ജഡ്ജ് ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു. പാപ്പന്റെ പേര് പറയത്രേ. അവന് അവസരം കൊടുറാ പറയാൻ. കണ്ണാപ്പി ഇഷ്ടമല്ലാതെ കാരണം എന്താടാ? അങ്ങനെയൊന്നും ഇല്ല. ഇത് ജഡ്ജ് ഒന്നും ചെയ്തില്ലടാ, തുറന്നു പറഞ്ഞേ. അല്ല നോക്കി, അയ്യോ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ല. നമ്മളെ കൊണ്ട് പറ്റില്ലെന്നേ. അതിന് മുകളിൽ എന്ത് ജഡ്ജ് ചെയ്യാൻ നോക്കി? അറിയാം, അവന് പറയാൻ 100 കൂട്ടം കാര്യമുണ്ട്. അവൻ പറയാത്ത പറഞ്ഞ കൂടി പോകുന്നുള്ള പേടിയാണ് അവന്. അവന് ഇഷ്ടപ്പെടുവോ? ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണാപ്പി ഇഷ്ടമല്ലെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവ സത്യസന്ധനാ, അവ ഹോണസ്റ്റി ഉള്ള ഒരുത്തനാ. ബാക്കി എല്ലാം ഇപ്പൊ ഒരുത്തിനോട് കണ്ണാപ്പി ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണെന്നാണ് അർത്ഥം. എനിക്കത് സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണാപ്പിനെ ഇഷ്ടമുള്ള നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. എനിക്ക് അവനെ കണ്ടൊക്കെ കണ്ടുകൂടാ. ജോക്കിക്കൊക്കെയാണ് എന്റെ അടുത്ത് പിണങ്ങി വരെ ഇരുന്നിട്ടുണ്ട് അവരുടെ അടുത്ത്. ആർക്കാണ് ഇഷ്ടം പറഞ്ഞത് നിനക്ക്? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടാ. എല്ലാ പ്രാവശ്യവും അപ്പാപ്പനെ ഈ ചോദ്യം ചോദിക്കുന്നത് വാസുവിനെ വിഷമിപ്പിക്കാനാണ്. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ പറയണ കാര്യം കേട്ടോ. ഞാൻ പറയണ കേട്ടോ. എന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗ്യാങ്ങിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടൂല. എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ടി വിക്ക് അകത്ത് വരണം, മനസ്സിലായ? അല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും ചൊറിയൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല പെമ്പിള്ളാരും ആയിരിക്കണം. അതൊരു ഞാൻ വേണ്ട പറഞ്ഞാൽ കൂടി പോകും. വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ചോദിക്കുന്ന ചോദ്യത്തിന്, മനസ്സിലായ? അപ്പൊ എന്തായാലും അലക്സെ വെൽക്കം ടി വിയെ. പോയാ? ഇല്ല ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ട. ചോദിച്ചോ. അല്ല അലക്സേ, അല്ല അത് കോൺട്രവേഴ്സി ഒന്നുമല്ല. അതൊന്നും ശുദ്ധ ചോദ്യം. വൈ ടി വിയെ പറഞ്ഞോടാ. നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് വൈ നോട്ട് ടി വി? ഇപ്പൊ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുറത്തുണ്ട്. അതുകൊണ്ട് വെറുതെ അവനെ ഇതാക്കി നമുക്ക് സംസാരിപ്പിച്ച് വേടാക്കണ്ട. കുറെ അമ്മമാര് അവന്റെ വായിന്ന് എന്തെങ്കിലും വീഴുന്നെന്ന് നോക്കി ഇരിപ്പുണ്ട്, മനസ്സിലായ?
അതുകൊണ്ട് വേറെ അവൻ അങ്ങനത്തെ ഒന്നത്തെ കാര്യം ഇവൻ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും എവിടെ നിൽക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വലുതായിട്ട് കുണയ്ക്കാനും സംസാരിക്കാനും അധികം പോവാറില്ല. ഓ ഇല്ലില്ല, അയ്യോ അതല്ല പറഞ്ഞ വാസുമോനെ. ആ വീഡിയോ വന്നപ്പോ പാവം എനിക്ക് മെസ്സേജ് പറയാം, അപ്പൊ ഞാൻ അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏതോ ഒരു നാറി ഇട്ട എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നത്. അലക്സിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അലക്സ് ഇതിന്റെ ആഗ്രഹം? പറ. TDM കൊണ്ടുവരണോ? ഞാനൊരു കാര്യം, ഇപ്പൊ എത്ര മണി വരെ TD ഉള്ളേ? 2 മണിക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് TD കളിക്കാൻ ഇതുള്ളവന്മാര് അങ്ങനെ അങ്ങനെ കളിച്ചാൽ മതി. പിന്നെ വൈകുന്നേരം ഒറ്റ ഒരുത്തല്ല എല്ലാ അവന്മാര് കുത്തി TDM-നകത്ത് ഇരിക്കുക. അല്ലണ്ണ ലേറ്റ് നൈറ്റ് വെക്കാൻ പറ്റും. സേഫ് സോൺ ആയതിനു ശേഷം ഇതാക്കി കൊടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സർവർ റീസ്റ്റാർട്ട് ആകുമ്പോഴാണ് സ്ക്രിപ്റ്റ് മാറി തിരിഞ്ഞും കയറുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് രാത്രി 2 മണി വരെ. ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് TDM കളിക്കാൻ പറ്റുന്നത്. അത് കഴിയുമ്പോൾ അവർക്ക് കളിക്കാൻ പറ്റും. റീസ്റ്റാർട്ട് കഴിഞ്ഞാൽ 8 മണി വരെ അവർക്ക് TDM കളിക്കാം. പക്ഷെ 8 തൊട്ടിട്ട് പറ്റത്തില്ല. അപ്പൊ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും ഒരു കാര്യം പറയാം. 2 റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞത് കള്ളത്തരമല്ല. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVL, ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVL. പക്ഷെ അത് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാനല്ല, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ആ റിക്രൂട്ട്മെന്റ് സംതിങ് സ്പെഷ്യൽ ആണ്. വിൽ ബി അനൗൺസ് സൂൺ. ഞാൻ ഉറപ്പായിട്ടും അത് അനൗൺസ് ചെയ്യും. ടൈം ആയിട്ടില്ല, അതിന്റെ ടൈം ആയിട്ടില്ല. അപ്പം അത് ഞാൻ ഉടനെ അനൗൺസ് ചെയ്യും. ഒരു മിനിറ്റ്. അപ്പോൾ അത് ഉടനെ അനൗൺസ് ചെയ്യും. സോ ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കാര്യം. ഞാൻ ഇത് പെട്ടെന്ന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ ആക്റ്റീവ്